ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വെല്ലിലേക്ക് സ്വാഗതം. ഇന്ന് അവിൽ കൊണ്ട് നമ്മളൊരു അലുവ തയ്യാറാക്കലാണ് കേട്ടോ വീഡിയോ. അപ്പോൾ ഞാൻ അലുവ തയ്യാറാക്കിയതായിട്ടോ കാണുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ, കഴിക്കാനും നല്ല സോഫ്റ്റ് ആട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കല്ലേ, വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു നാളികേരം മുഴുവൻ വലിയൊരു നാളികേരം ചെറിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് പാല് അതിൻ്റെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടച്ച് ഒന്ന് അടിച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ അത് അടിച്ച് കൊണ്ടുവന്നിട്ട് ഒരു അരിപ്പത്തട്ട് വെച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് അരിപ്പത്തട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ അടിച്ചു കൊണ്ടുവന്ന നാളികേരം ഇട്ടിട്ട് നന്നായി പിഴിഞ്ഞെടുക്കട്ടെ. നാളികേരപ്പാൽ 2-3 വട്ടം നന്നായി പിഴിഞ്ഞെടുക്കണം കേട്ടോ. നന്നായി ശരിക്കും പാല് പിഴിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു വട്ടം പിഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വട്ടം കൂടി അങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3 കപ്പോളം പാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഇനി നമുക്കൊരു കപ്പ് 250 ml കപ്പിൽ ഒരു കപ്പ് അവിലെടുത്തു കേട്ടോ. അവിൽ ഒരു മിക്സിയിൽ ചാറിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇത് കണ്ട പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നൈസായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ നാളികേരപ്പാലിലേക്ക് അവിൽ പൊടിച്ചത് ചേർത്തു കേട്ടോ. ഇനി നമുക്ക് ഏലക്കായ അതിലിട്ട് പൊടിക്കാൻ മറന്നു. അപ്പോൾ ഏലക്കായ 2 ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് അപ്പോൾ അടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ ഒന്ന്. അപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ബൗളിലേക്ക് തന്നെ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ, പൊടി കൂടെ. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി നന്നായി ഇളക്കാം കേട്ടോ. അതിന് ശേഷം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടാവില്ലേ, അത് നമുക്ക് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കരടൊന്നുമില്ല, കാരണം ഞാൻ നേരിട്ടിട്ട് തന്നെ ആ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു കേട്ടോ. ശർക്കര നീര് കണ്ടാവും. നന്നായി ഒഴിച്ച് നന്നായി മിക്സാക്കട്ടെ. നന്നായി ഇളക്കി മിക്സാക്കി എടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും ചേർക്കണം കേട്ടോ അതിൽ കൂടെ. അപ്പോൾ ആ കോൺഫ്ലവറിൻ്റെ പൊടി ചൂടാറെ മാവായി കാരണം ഞാനതിൽ ഒഴിച്ചത് കേട്ടോ. ചൂടുള്ള കൂടെ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടാൽ കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചൂടാറിയ മാവായ കാരണമാണ് നമ്മളതിൽ ഒഴിച്ചത് കേട്ടോ. എന്നിട്ട് ഇളക്കി ഇതേ കണ്ട. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായി ഇതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ വെച്ചാൽ ചൂടായി അതിലേക്ക് അതിന് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്ത് നമുക്കത് എടുത്ത് മാറ്റാണ് നെയ്യിൽ നിന്ന്. കണ്ട ഒരുവിധം റോസ്റ്റ് ചെയ്താൽ ആദ്യം കരിയൊന്നും വേണ്ട, ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്താൽ എടുക്കുക. ആ നെയ്യിലേക്ക് തന്നെ ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ച മാവില്ലേ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു പാൻ നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇളക്കി ഒന്ന് തീ കൂട്ടി വയ്ക്കുക. എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ. അടിയിൽ നിന്ന് പതുക്കെ മറിച്ച് ഇളക്കി കൊടുക്കുക. അപ്പോൾ കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ കുറച്ചേശുള്ള കാരണം വേഗം കട്ടായി കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇതേ ഒരുവിധം പരുവം കട്ടായി വന്നു തുടങ്ങിയിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ കട്ട കുത്തി വന്നു തുടങ്ങിയിട്ട് വെള്ളം വലിഞ്ഞ് വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി നന്നായി മിക്സാക്കി എല്ലാം കൂടി ഒരുപോലെ യോജിപ്പിച്ച് ഇളക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നമ്മൾ നിർത്താതെ, അല്ലെങ്കിൽ ഒരേ ഭാഗം പിടിക്കണ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഉണ്ടാക്കണ അലുവ നല്ല ടേസ്റ്റ് ആട്ടോ. എന്താ വെച്ചാൽ ഒരു നാളികേരമൊക്കെ ഒരു കപ്പ് അവിലേക്ക് ഒരു നാളികേരമൊക്കെ ചേർക്കണ്ടല്ലോ. പിന്നെ നമ്മൾ ഒരു 1/4 കിലോളം ശർക്കരയും ചേർത്ത് 250 ഗ്രാം. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. ശരിയായി വന്നപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വിചാരിച്ചേക്കാളും. ഇനി അതൊന്ന് വലിയാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തോട്ടോ. അപ്പോൾ ഒന്നും നമ്മൾ ഇതിലത്തെ നാളികേരപ്പാലിലെ എണ്ണയും ഇതൊക്കെ ഒന്ന് തെളിഞ്ഞ് മുകളിലേക്ക് വരും കേട്ടോ. ഒന്ന് ഒരുവിധം പരുവായി എന്തി. അപ്പോൾ നമ്മളതൊക്കെ ഇറക്കാറായപ്പോൾ നമ്മൾ ഇറക്കിയിട്ട് ഇതൊക്കെ ഒരുവിധം കട്ട പോലെ ആയി തുടങ്ങി. അപ്പോൾ നമ്മളൊരു കിണ്ണത്തിൽ നെയ്യ് പുരട്ടിയിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ അലുവേനെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ അലുവ റെഡി ആയത് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ആ ചട്ടം കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക നന്നായിട്ടോ. അപ്പോൾ അതൊക്കെ ഒരു 10 മിനിറ്റോളം ഇരുന്ന് ചൂടാറിയപ്പോൾ ഞാനൊരു വേറെ ബൗളിലേക്ക് അലുവേനെ മാറ്റിയിട്ടോ. എന്നിട്ട് നമുക്ക് ഒരു കഷ്ണം പീസ് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നോക്കിയൊക്കെ മുറിച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്, അത് കഴിക്കാൻ തന്നെ നല്ല ഇങ്ങനെ അലിഞ്ഞ് പോണ പോലത്തെ അലുവ കേട്ടോ. അത് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ അല്ലാതെ നെയ്യും ഇതൊക്കെ ഒരു കപ്പ് അവിലല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. 2 ടീസ്പൂൺ നെയ്യും അതുപോലെ തന്നെ ഒരു നാളികേരത്തിൻ്റെ പാല് ഒക്കെ ചേർത്തിട്ടല്ലേ കഴിക്കുക. ഞാൻ അപ്പോൾ ഒരു പൊട്ട് ആദ്യം തന്നെ മുറിച്ചതിന് ശേഷം കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം കേട്ടോ.
പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. എല്ലാവർക്കും ബായ്.